ഹായ് ഗായ്സ്. അങ്ങനെ ഇന്ന് വൈകിട്ട് ഞാൻ KSRTCയുടെ നഗരക്കാഴ്ചകൾ എന്ന സിറ്റി റൈഡ് ബുക്ക് ചെയ്തായിരുന്നു. ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. വളരെ രസകരമായ ഒരു യാത്രയാണ്. നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് കൃത്യം 6 മണിക്കാണ് ഈ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ യാത്ര ഇപ്പോൾ ഓവർബ്രിഡ്ജ് വഴി നമ്മുടെ സെക്രട്ടേറിയറ്റും കഴിഞ്ഞ് മ്യൂസിയത്തിലോട്ടാണ്. മ്യൂസിയം ടു കവടിയാർ വഴിയാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ടോപ്പ് ബർത്താണ് ഞാൻ പ്രവർത്തിക്കുന്നു. ഈ ദർബാർ ഹാൾ ഇവിടെ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ ദിവാനായിരുന്ന മാധവറാവുമാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് വാഹനത്തിന്റെ ഇടതുഭാഗത്തായി കടന്നു പോകുന്നത്, ലെഫ്റ്റ് സൈഡ്. ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യം യൂണിവേഴ്സിറ്റി കോളേജ്, വലതുഭാഗത്തായി റൈറ്റ് സൈഡ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റാണ്. തൊട്ടുചേർത്തന്നെ പാളയം ജുമാ മസ്ജിദ്, ഇതിന് പുറകുവശത്തായി ഒരു ക്രിസ്ത്യൻ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു കോമ്പൗണ്ടിൽ 3 മതസ്ഥരുടെ ആരാധനകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് പാളയം. മതസൗഹാർദ്ദത്തിന് പേരുകേറ്റ പാളയം, ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന് അറബിക് വഴി. വലതുഭാഗത്തായി റൈറ്റ് സൈഡ് പാളയം ചർച്ച്. ഈ ചർച്ചിന്റെ ആകർഷക്കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് സ്റ്റേഡിയം ചന്ദ്രശേഖർ സാറിന്റെ ഓർമ്മയ്ക്ക് നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം, നാപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്നു. ആനക്കമ്പ് തീർത്ത കരകൗശല വസ്തുക്കളുടെയും പുരാതനമായ ശില്പങ്ങളുടെയും പ്രദർശനമാണ്. 1885 പണി പൂർത്തിയായി. 1887 പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. ഇടതുഭാഗത്തായി കനാകുന്ന് കൊട്ടാരം, ലെഫ്റ്റ് സൈഡ് കനാകുന്ന് പാലസ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെത്തുന്ന നോൺ വെജ് കഴിക്കുന്ന വ്യക്തികളെ സൽക്കരിക്കുന്നതിനും തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച മറ്റൊരു മുതൽക്കൂട്ടാണ് ഫൈൻ ആർട്സ് കോളേജ്. പാളയം മാർക്കറ്റ്, കനായിക്കുന്ന്, അവിടെ നേരെ കവടിയാർ കൊട്ടാരം വരെ പോയി അവിടുന്ന് തിരിച്ചിപ്പോൾ നേരെ പേട്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി വഴി പേട്ട ബൈപ്പാസിലോട്ട് കയറി ശംഖുമുഖമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. നേരെ മുന്നിലായി വലതുഭാഗത്തായി കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. പാട്ടൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ കുറച്ച് കൊച്ചു കുട്ടികൾ ഡാൻസ് ഒക്കെ തുടങ്ങി. ശംഖുമുഖം ബീച്ച്, ശംഖുമുഖം പോയി തിരിഞ്ഞ ശേഷം നമ്മുടെ നേരെ യാത്ര പോയത് നമ്മുടെ ബൈപ്പാസിലേക്കാണ്. ലുലു മോൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ മാളായ ലുലു മോളിലേക്കാണ് പോയത്. ഈ രാത്രിയിലെ ഒരു അറ്റ്മോസ്ഫിയർ ലുലു മാളും ബൈപ്പാസ് പ്രദേശങ്ങളും കാണാൻ നല്ല ഭംഗിയായിരുന്നു. ലുലു മാളിൽ നിന്ന് തിരിഞ്ഞ് ഫ്ലൈഓവർ വഴി മലപ്പുറം കടന്ന് ഇപ്പോൾ ഈഞ്ചക്കൽ വഴി ഇതാ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷനായ ഈസ്റ്റ് ഫോർട്ടിലേക്ക് തന്നെ തിരിച്ച് വണ്ടി എത്തിയിരിക്കുകയാണ്. ടോട്ടലി വെർത്തായിട്ടുള്ള യാത്രയാണ്. 1:45 6 മണിക്ക് തുടങ്ങിയ യാത്ര 7:45 ഫാമിലിയും കുട്ടികളായിട്ടൊക്കെ വന്നാൽ നമുക്ക് നന്നായിട്ട് തിരുവനന്തപുരം ആംബിയൻസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡാണ്. എനിക്ക് എല്ലാവരും മസ്റ്റായിട്ട് ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു യാത്ര തന്നെയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അത് ഞങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുകയാണ്. വളരെ മനോഹരമായൊരു യാത്ര. ഗുഡ് ബൈ.